ക്രീം ബെല്ലിൻ്റെ ഡബിൾ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണിത്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കാം. ഡബിൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് ഡബിൾ ചോക്ലേറ്റും മിൽക്ക് ഷേക്കും മാത്രമാണോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എനർജി കാലറി പെർ 100 ml 98 ആണ് കിട്ടുന്നത്. പ്രോട്ടീൻ 3.4 ആൻഡ് കാർബോഹൈഡ്രേറ്റ് 14. Total sugar 30.4 and added sugar 99. Totally I think 32.4 കാണിക്കുന്നുണ്ട്. Total fat 3.3, saturated fat 1.9, trans fat 0 ആണ്. Cholesterol 9.4, sodium 47.2, calcium 119. ഇതിനകത്ത് കണ്ടെയ്ൻസ് മിൽക്ക് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സാധനങ്ങളും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ മിൽക്ക് 85, പോർട്ടബിൾ വാട്ടർ, ഷുഗർ, മിൽക്ക് സോളിഡ്സ്, കൊക്ക സോളിഡ് ഓൺലി 1.3% ഉള്ളൂ. പിന്നെ ഇമൾസിഫയിങ് ഏജൻസ് ആണ്, സ്റ്റെബിലൈസിങ് ഏജൻസ്, acidity regulators, ഫ്ലേവേഴ്സ് ഉണ്ട്, ആൻഡ് ഫ്ലേവറിങ് സബ്സ്റ്റൻസ് ബെൽജിയൻ ചോക്ലേറ്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ പിള്ളേർക്കാണെങ്കിലും മേടിച്ചൊക്കെ കൊടുക്കുന്നത്. ഇത് എത്രയും ഒരു കുഴപ്പമുള്ളതാണെന്ന് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇത് ഒരു 180 ml ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മളെല്ലാവരും ഇനി മുതലൊരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, അതായത് ഇൻഗ്രീഡിയൻസും വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ശരിക്കും എന്ത് സാധനമാണെങ്കിലും മേടിക്കേണ്ടത്. അതനുസരിച്ച് വേണം. അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്ത് സാധനമാണെങ്കിലും മേടിക്കുക, കുടിക്കുക, അല്ലെങ്കിൽ കഴിക്കുക. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വായിച്ച് നമ്മൾ നോക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള എല്ലാവർക്കും ഹാർട്ട് അറ്റാക്കും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഒരു കോമൺ ആണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈലാണ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട്. അതുകൊണ്ട് തന്നെ ആ ലൈഫ് സ്റ്റൈലിനകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഫുഡ് കൺസംഷൻ എന്ന് പറയുന്ന സാധനം. അപ്പം ആ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്താണെങ്കിലും പാക്കറ്റ് ഫുഡാണെങ്കിലും നമ്മൾ ഇൻഗ്രീഡിയൻസ് വായിച്ച് എന്താണ് അതിനകത്ത്